മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തി വേഡ് ഡോക്യുമെൻ്റ് തയ്യാറാക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇത്. ഇതിനായി തൽക്കാലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു വാട്സപ്പ് പേജാണ്. ഇതിൽ മെസ്സേജ് ബാർ, താഴെയുള്ള മെസ്സേജ് ബാറിൽ തൊടുക. അപ്പോൾ ഒരു കീബോർഡ് ഉയർന്നു വന്നു. അതിലിപ്പോൾ കാണുന്നത് മലയാളമാണ്. ഇത് മലയാളം ഇല്ലാത്തതിൽ മലയാളം വരുത്താൻ ഒരു വഴിയുണ്ട്. അത് താഴെ മലയാളം എന്ന് എഴുതിയിരിക്കുന്ന സ്പേസ് ബാർ അവിടെ തൊട്ട് പിടിക്കുക. അപ്പോൾ കീബോർഡ് മാറ്റുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. ഭാഷാ ക്രമീകരണങ്ങൾ, ഇംഗ്ലീഷ് ആണെങ്കിൽ ലാംഗ്വേജ് സെറ്റിങ്സ് എന്ന് കാണും. അതിൽ തൊടുക. അപ്പോൾ ആഡ് കീബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ തൊടുമ്പോൾ ഭാഷകൾ ഇങ്ങനെ ഒരു വർണ്ണം വരുന്ന കാണാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല. ഇതിന് മലയാളം കീബോർഡുണ്ട്. തിരിച്ചു പോവുകയാണ്. അങ്ങനെ ബാക്ക് അടിച്ച് നമ്മൾ വീണ്ടും അവിടെ വന്നു. മലയാളമാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഈ മലയാളം ഇംഗ്ലീഷിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ഒരു ഗ്ലോബിൻ്റെ പടം കാണുന്നുണ്ട്. താഴെയായിട്ട് അതിൽ തൊടുക. അപ്പോൾ ഇംഗ്ലീഷ് കീബോർഡ് വന്നു. നമുക്ക് വേണ്ടതെന്നാലും മലയാളം ഇംഗ്ലീഷായി മാറ്റണം. അപ്പോൾ നമുക്ക് വീണ്ടും മലയാളത്തിലേക്ക് മാറ്റണം. അതിന് വീണ്ടും ആ താഴെയുള്ള ആ ഗ്ലോബിൽ തൊടുക. അപ്പോൾ ആ മലയാളം കീബോർഡ് വന്നു. ഇനി പരിഭാഷ നടത്തുന്നതിന്, ട്രാൻസ്ലേഷൻ നടത്തുന്നതിന് കീബോർഡിൻ്റെ ഏറ്റവും മുകളിൽ വലതുവശത്ത് മൂന്നാമത്തെ ഐക്കണിൽ തൊടുക. ഇപ്പോൾ അവിടെ വിവർത്തനം ചെയ്യാൻ ഇവിടെ ടൈപ്പ് ചെയ്യാമെന്ന് നമുക്ക് കാണാം. അടുത്തതായി നമുക്ക് വേണ്ടത് വോയിസ് ടൈപ്പിംഗ് ആണ്. അതിന് വലതുവശത്ത് ഏറ്റവും മുകളിലുള്ള മൈക്ക് ഐക്കണിൽ തൊടുക. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുകളിൽ ഈ ഭാഗത്ത് ഇംഗ്ലീഷായിട്ട് വരുന്നത് കാണാൻ കഴിയും. അതായത് നമ്മൾ പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവിടെ വരികയാണ്. ആവശ്യം കഴിഞ്ഞാൽ താഴെയുള്ള ടിക്ക് ഐക്കണുണ്ട്, അതിൽ തൊടുക. അപ്പോൾ ഓക്കെ ആയി. ഇനി നമുക്ക് സെൻഡ് ചെയ്യാം. വേഡ് ഡോക്യുമെൻ്റ് ആണെങ്കിലും ഇതുപോലെ തന്നെ വേഡ് ഡോക്യുമെൻ്റ് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാവുന്ന MS വേഡ് ആപ്പുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ വേഡ് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ തന്നെ അതിൻ്റെ കീബോർഡ് ഉപയോഗിച്ച് ഇതേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും.